വിസ്മയങ്ങളുടെ കാഴ്ചയൊരുക്കുന്ന തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടിയേറ്റം നടക്കുക. കണിമംഗലം ശാസ്താക്ഷേത്രം, ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രം, പനമുക്കുംപിള്ളി ശാസ്താക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ലാലൂർ കാർത്യായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം, കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ പല സമയങ്ങളിലായാണ് കൊടിയേറ്റം നടക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയിൽ കൊടിയേറ്റം നടക്കും. പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ചേർന്ന് ഉയർത്തുന്നതാണ് കൊടിയേറ്റ ചടങ്ങ്. കൊടിമരം നിർമ്മിക്കാനുള്ള കവുങ്ങ് ഇന്ന് രാവിലെ പാട്രായ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് ക്ഷേത്രത്തിലെത്തിച്ചു. കൊടിയേറ്റത്തിന് ശേഷം ഉച്ചയ്ക്ക് 3-ന് ക്ഷേത്രത്തിൽ നിന്ന് പൂരം പുറപ്പാട് നായ്ക്കനാലിലെത്തും. തുടർന്ന് നായ്ക്കനാലിലെ ചെറിയ ആൽമരത്തിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരപതാകകളാണ് ഉയരുന്നത്. ശ്രീകൃഷ്ണന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന നീല, മഞ്ഞ നിറങ്ങളിലുള്ള കൊടികളാണ് ഉയരുക. തുടർന്ന് പൂരം പുറപ്പാട് വടക്കുംനാഥ ശ്രീമൂല സ്ഥാനത്തേക്ക് നടത്തും. അവിടെ മേളം കലാശിച്ച ശേഷം നടുവിൽ മഠത്തിൽ ആറാട്ടും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും നടക്കും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് 11:30-നാണ് കൊടിയേറ്റം. രാവിലെ 11-ന് നടക്കുന്ന വലിയ പാണിക്ക് ശേഷം എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷിയാക്കി ദേശക്കാർ കൊടി ഉയർത്തും. സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് കൊടിമരം ഉയർത്തുക. ഇതിനുശേഷം ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടി ഉയർത്തും. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുണ്ടാകും. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്ര പുഷ്കരണി തീർത്ഥക്കുളത്തിൽ ആറാട്ടും നടക്കും. ഈ മാസം 26-നാണ് തൃശൂർ പൂരം. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.